നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് പൊന്നൂക്കര അഴീക്കോടൻ ഗ്രാമത്തിലെ 37 കുടുംബങ്ങൾക്ക് മന്ത്രി കെ രാജൻ ആധാരം കൈമാറി. കുതിരാനിലെ കാട്ടാന ആക്രമണം ആശങ്ക വേണ്ടെന്നും പ്രദേശത്ത് സദാസമയം വനം വകുപ്പിന്റെ സേവനം ലഭ്യമായിരിക്കുമെന്നും മന്ത്രി കെ രാജൻ. ഡോൺ ബോസ്കോ പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് ബാംഗ്ലൂരിൽ നടന്ന 41 സ്കൂളുകളും കോളേജുകളും പങ്കെടുത്ത മത്സരത്തിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കിരീടം നിലനിർത്തി. അനിവാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട ധീരനായ നേതാവായിരുന്നു MV രാഘവനെന്ന് PJ തോമസ്. വാർത്തകൾ വിശദമായി. പുത്തൂർ പഞ്ചായത്ത് വാർഡ് 13 പൊന്നൂക്കര അഴീക്കോടൻ ഗ്രാമത്തിലെ 37 കുടുംബങ്ങൾക്കുള്ള ആധാരം കൈമാറൽ ചടങ്ങ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 2000-2001 കാലഘട്ടത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഭൂമിയില്ലാത്ത നിർധനരായ കുടുംബങ്ങൾക്ക് 4 സെന്റ് ഭൂമി വീതം നൽകിയിരുന്നു. ഈ പദ്ധതി പ്രകാരമാണ് അഴീക്കോടൻ ഗ്രാമത്തിലെ 37 കുടുംബങ്ങൾക്കും സ്ഥലം ലഭിച്ചത്. ഈ ഭൂമിക്കുള്ള ആധാരമാണ് കൈമാറിയത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് 1600 രൂപ കുടിശ്ശികയും പുതിയ പെൻഷൻ തുകയായ 2000 രൂപയും ചേർത്ത് 3600 രൂപ നവംബർ മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനായി ലഭിക്കുമെന്നും 35-നും 60-നും വയസ്സിനിടയിലുള്ള മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷനായും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അംഗൻവാടി പ്രവർത്തകർക്കും ആശാപ്രവർത്തകർക്കും സ്കൂൾ പാചക തൊഴിലാളികൾക്കും വേതനം വർദ്ധിപ്പിച്ചുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. നാട് മാറുമ്പോൾ വീടിനും ഭൂമിക്കും ഉറപ്പു നൽകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും അത് സർക്കാർ തിരിച്ചറിയുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. അഴീക്കോടൻ ഗ്രാമത്തിൽ നടത്തിയ ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി MN രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. അത് കഴിഞ്ഞാൽ ജാൻസി മണത്തിപ്പറമ്പിൽ. ഇതിനെല്ലാം നമ്മളെ സഹായിച്ച നമ്മുടെ ജില്ലാ കളക്ടർ വിളിച്ചു. വർഷക്കാലമായി സ്വന്തമായി ലഭ്യമായിട്ടുള്ള ഭൂമിയിൽ വീടിന്റെ ഒരു പെയിന്റ് അടിക്കാനോ ഓടുമാറ്റാനോ പഞ്ചായത്ത് പണം തന്നാൽ സ്വീകരിക്കാൻ പറ്റാത്ത വിധം സ്വന്തമായ ഭൂമിക്കൊരു രേഖയില്ലാതെ കിടന്നിരുന്ന 37 കുടുംബങ്ങൾ ഇന്ന് രാത്രിയോടെ സ്വന്തം ഭൂമിയുടെ ജന്മിയാകുന്ന അനുഭവത്തിലേക്ക് നമ്മൾ നടന്നുള്ളത്. അങ്ങനെയാണ് ഗവൺമെന്റ് കാര്യങ്ങളിൽ ഇടപെടുക. ഇവിടെ പറഞ്ഞല്ലോ 4,10,000 കുടുംബങ്ങളാണ് ഭൂമിയുടെ അവകാശികളായി ഒരു ഗവൺമെന്റിന്റെ ചെറിയ കാലയളവിൽ മാറിയത്. 4,10,000 കുടുംബങ്ങൾ. 4,10,000 കുടുംബങ്ങളിൽ ഉയരുന്ന പുഞ്ചിരികളുടെ കാഠിന്യവും അതിന്റെ കരുത്തും എത്രമാത്രം മനോഹരമായിരിക്കും. ആ പുഞ്ചിരികളൊന്ന് കൂട്ടി നോക്കിയാൽ 1000 സൂര്യശോഭയോടെ ഏതിരുട്ടിലും മലയാളത്തിന്റെ ആകാശങ്ങളെ നിറയ്ക്കുമാർ ഉയരത്തിലുള്ള സൂര്യപ്രകാശം നമുക്ക് ലഭ്യമാകുന്ന വിധത്തിൽ ജനങ്ങളുമായി കൂടിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കളക്ടറിനോട് ചോദിച്ചു, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒളരിയിൽ പോയി, മാടക്കത്തറയിൽ പോയി, എല്ലാവരുടെയും പട്ടയം കൊടുക്കുന്ന മേളകളിലൊക്കെ മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ, ദീപാലരംഗങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരുടെയും താലമേന്തിയ ആളുകൾ, എല്ലായിടത്തും
ദീപാലങ്കാരങ്ങളോടൊപ്പമുള്ള സ്നേഹപ്രകടനങ്ങൾ, വെടിക്കെട്ടുകൾ. ഇത് പട്ടയത്തിന് മാത്രമല്ല, നവംബർ മാസം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഓരോണം കൂടി കേരളം അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുകയാണ്. എന്താണ് ഈ നവംബർ മാസത്തിൽ ഓണത്തിന്റെ പ്രത്യേകത? നവംബർ മാസത്തിൽ നമ്മൾ തമ്മിലുള്ള ഒരു കരാറ് തീരുകയാണ്, ഒരു ഗഡു കരാറ് അവസാനിക്കുകയാണ്. എന്തായിരുന്നു ആ കരാറ്? 1600 രൂപയുടെ പെൻഷൻ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തരാനുള്ള സംഖ്യ പിടിച്ചു വെച്ചതിന്റെ ഭാഗമായി 6 തവണ ഗഡു ഉണ്ടായി. ആ ഗഡു 5 തവണ കൊടുത്തു തീർത്തിരുന്നു. 6ാമത്തെ ഗഡു എപ്പോൾ കിട്ടുമെന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. നവംബർ മാസത്തോടു കൂടി നമ്മൾ തമ്മിലുള്ള കടം വീടുകയാണ്. 6ാമത്തെ ഗഡുവും അവസാനത്തെ ഗഡുവും ഈ മാസം നമ്മുടെ നാട്ടിലെ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളുടെയും അടുത്ത് സഹകരണ സംഘം ജീവനക്കാരെത്തിക്കും. കാട്ടാന ആക്രമണം ആശങ്ക വേണ്ടെന്നും പ്രദേശത്ത് വനം വകുപ്പിന്റെ സേവനം ലഭ്യമായിരിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. തുടർച്ചയായി കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് പരിക്കേൽക്കുകയും വനംവകുപ്പിന്റെ ജീപ്പ് നശിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കമുള്ള സംഘം കുതിരാനിൽ കാട്ടാന ആക്രമണം നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ചു. പ്രദേശവാസികളുടെ കൂടി സേവനം ഉൾപ്പെടുത്തി ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ആനയെ പിടിക്കാനും ജനങ്ങളുടെ ആശങ്കയെ അകറ്റാനുമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് വനംവകുപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതെന്നും ജനങ്ങൾ ഭീതിപ്പെടേണ്ടതില്ലെന്നും പ്രശ്നമൊഴിയുന്നതുവരെ വനംവകുപ്പിന്റെ സേവനം തുടരുമെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. കാട്ടാന ആക്രമണം രൂക്ഷമായ ശേഷമാണ് RRTയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ആലോചന വന്നത്. RRTയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമ്പോൾ പൊങ്ങണങ്കാട്, പട്ടിക്കാട് മേഖലകളിൽ ഒഴികെ മറ്റ് മേഖലകളിലേക്ക് എത്താൻ കഴിയില്ലെന്ന സാഹചര്യം വന്നപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ച് RRTക്ക് പ്രത്യേകമായി ഒരു വാഹനം ഒരുക്കിയെന്നും മന്ത്രി പറഞ്ഞു. RRTയുടെ സേവനം ഏത് സമയവും ലഭ്യമാകുന്ന തരത്തിൽ ഈ പ്രശ്നം തീരുന്നതുവരെ ഈ ചുറ്റളവ് ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ഘട്ടത്തിൽ DFOയുടെയും PC വൈൽഡ് ലൈഫ് വാർഡന്റെയും നേതൃത്വത്തിൽ ഏത് അപകടമുണ്ടായാലും അപ്പോൾ തന്നെ ഒരു വോയിസ് മെസ്സേജിലൂടെ അറിയിക്കാനും വനംവകുപ്പിന്റെ സേവനം ലഭ്യമാക്കുന്നതിനായി പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രദേശത്തിലൂടെ രാത്രിയാത്രയ്ക്ക് നിയന്ത്രണമുണ്ടാകണമെന്നും അത്യാവശ്യ രാത്രിയാത്രകൾ വനംവകുപ്പിന്റെ അനുവാദത്തോടെയോ സഹായത്തോടെയോ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുടെയും തുടർച്ചയായ ഗൗരവപരമായ ഇടപെടലിലൂടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ നടക്കുന്നതായും അങ്ങനെയാണ് കുങ്കിയ ആനകളെ എത്തിക്കാനായതെന്നും മന്ത്രി പറഞ്ഞു. ആനകളുടെ സഞ്ചാരപാത വ്യക്തമായിട്ടുണ്ടെന്നും രാത്രിയിൽ ഡ്രോൺ സംവിധാനത്തിലൂടെ എന്ത് നീക്കമുണ്ടായാലും അറിയാനാകുമെന്നും ഏത് സഹായത്തിനും സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും RRTയുടെയും സേവനങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിജയത്തിന്റെ നെറ്റിപ്പട്ടം ചൂടി മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ. ബോസ്കോത്സവ് 2025 ഡോൺ ബോസ്കോ പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് KR പുരം ബാംഗ്ലൂരിൽ വെച്ച് നടന്നു. 41 സ്കൂളുകളും കോളേജുകളും പങ്കെടുത്ത മത്സരത്തിൽ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ മണ്ണുത്തി കലാകിരീടം നേടി. ഫ്രീ സ്റ്റൈൽ ഡാൻസ്, ഫേസ് ആർട്ട്, ഫാഷൻ ഷോ, ഡിബേറ്റ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികൾ മത്സരിച്ചപ്പോൾ അവരുടെ ഉജ്ജ്വല പ്രകടനം അമ്പരപ്പിക്കുന്നതായിരുന്നു. പ്രതിഭകളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ബാംഗ്ലൂർ മൗണ്ട് കാർമൽ PU കോളേജ് 1ാം സ്ഥാനവും മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു നവചിന്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി CMPയെ മാറ്റിയെടുത്ത ധീരനായ നേതാവായിരുന്നു MVR എന്ന് CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PJ തോമസ് മാസ്റ്റർ അനുസ്മരിച്ചു. തൃശൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച CMP സ്ഥാപക നേതാവ് MV രാഘവന്റെ 11ാം ചരമവാർഷിക അനുസ്മരണ യോഗം മുക്കാട്ടുകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏരിയ സെക്രട്ടറി ശശി നെട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജെൻസൺ ജോസ് കാക്കശ്ശേരി, ബിജു ചിറയത്ത്, വിപിൻ വലിയവളപ്പിൽ, നിധിൻ ജോസ്, അജിതൻ പല്ലിശ്ശേരി, പോൾ തെക്കേക്കര, വിപിൻ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലം കിഫ്ബി കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖാന്തരം നടക്കുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി ഒല്ലൂർ MLAയും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജൻ വിലയിരുത്തി. മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ കിഫ്ബിയുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരും പദ്ധതി നിർവഹണ ഘട്ടങ്ങൾ വിവരിച്ചു. നിലവിലെ സ്ഥിതി വിവര റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. കുട്ടനെല്ലൂർ, പുത്തൂർ,
സുവോളജിക്കൽ പാർക്ക് റോഡ്, നടത്തറ മൂർക്കിനിക്കര കണ്ണാറ റോഡ്, പൊങ്ങണങ്കാട് മുടിക്കോട് റോഡ്, പൊങ്ങണങ്കാട് കരുമാത്ര ശ്രീധരിപ്പാലം റോഡ്, ഒല്ലൂർ സെന്റർ വികസനം, നെടുപുഴ ഫോർട്ട് റോഡ് തുടങ്ങി കിഫ്ബി പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. പൊങ്ങണങ്കാട് കരുമാത്ര റോഡ് നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ഡിസംബർ അവസാന വാരത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. പീച്ചി വാഴാനി ടൂറിസം ഇടനാഴിയുടെ ഒല്ലൂർ മണ്ഡലം റീച്ചിലെ നിർമ്മാണ പുരോഗതി റിപ്പോർട്ടുകളും അവതരിപ്പിച്ചു. വിവിധ പദ്ധതികളിലെ സ്ഥലമേറ്റെടുക്കൽ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് സംബന്ധിച്ച വിവരങ്ങൾ ലാൻഡ് അക്വിസിഷൻ, ഇലക്ട്രിസിറ്റി, വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ വിവരിച്ചു. പദ്ധതി നിർവഹണം വേഗത്തിൽ പൂർത്തിയാക്കാൻ റവന്യൂ മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഒരിടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം.
യൂണിക് കിച്ചൺ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകളിലേക്ക്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധരുടെയും തിരുനാളുകൾ നവംബർ 6 മുതൽ 10 വരെ സമുചിതമായി ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. നിർധന യുവതികളുടെ വിവാഹ ധനസഹായം, ജില്ലാ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണ വിതരണം, തിരുനാൾ, ക്രിസ്മസ് എന്നീ ദിവസങ്ങളിൽ അർഹരായ കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം, 139 നിർധന കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് സാമ്പത്തിക സഹായം, ഇടവകക്കാർക്ക് ഭവന നിർമ്മാണ സഹായം, മെഡിക്കൽ, രക്തദാന ക്യാമ്പുകൾ, നേത്രദാനം എന്നിവ ഉണ്ടായി. ഒക്ടോബർ 31 മുതൽ കൊടിയേറിയ തിരുനാളിന് നവംബർ 10 വരെ വിവിധ പരിപാടികൾ ഉണ്ടാകും. ശനിയാഴ്ച ഇടവകയിലെ 38 കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് വാദ്യമേളങ്ങളോടെ അമ്പ് പ്രദക്ഷിണം രാത്രി 10:30 പള്ളിയിൽ എത്തിച്ചേർന്നു. നവംബർ 9 ഞായറാഴ്ച രാവിലെ 6 7:30 9 മണിക്കും ദിവ്യബലിയുണ്ടായി. 10:30 മാർട്ടോണി നീലങ്കാവലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ തിരുനാൾ ദിവ്യബലിയുണ്ടായിരുന്നു. ദിവ്യബലിക്ക് ശേഷം ജപമാല പ്രദക്ഷിണം, തൃശൂർ വ്യാകുല മാതാവിൻ ബസലിക്കയിലേക്ക് കിരീടമെഴുന്നള്ളിപ്പ് പുത്തൻപള്ളിയിൽ നിന്നും ആരംഭിച്ച് ലൂർദ് പള്ളിയിൽ സമാപിച്ചു. തിങ്കളാഴ്ച തണ്ടർ ബീറ്റ്സിന്റെ ഗാനമേളയ്ക്ക് ശേഷം മനോഹരമായ വർണ്ണമഴയുണ്ടാകും. രണ്ടായിരത്തി 2025 പുത്തേഴൻ അവാർഡ് സാഹിത്യ അക്കാദമി ഹാളിൽ പ്രസിദ്ധ കവിയും സാഹിത്യകാരനുമായ പ്രൊഫസർ KV ശ്രീരാമകൃഷ്ണന് സമർപ്പിച്ചു. മുൻ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അവാർഡ് ദാനം നിർവഹിച്ചു. പ്രൊഫസർ M ഹരിദാസ്, എഴുത്തുകാരി ശോഭ എന്നിവർ പ്രസംഗിച്ചു. ആദർശ് ജലൻ അവതരിപ്പിച്ച നൃത്തം പരിപാടികൾക്ക് മാറ്റുകൂട്ടി. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. തൃശൂർ അതിരൂപതയുടെ സമുദായ ജാഗ്രതാ സദസ്സിന് മുന്നോടിയായി മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ ഇടവക സമൂഹം സഭയും സമുദായവും അഭിമുഖീകരിക്കുന്ന വിവിധ പ്രതിസന്ധികളെ പ്രതിരോധിക്കാൻ ഒറ്റക്കെട്ടായി സഭയോടൊപ്പം അണിചേരുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പിണ്ടിയാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജ്യമെമ്പാടും
വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവും ഹാഷിഷ് ഓയിലും MDMA-യുമായി യുവാവ് പിടിയിൽ. ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളും ഒല്ലൂർ പോലീസും ചേർന്ന് ഒല്ലൂരിലെ കൈനൂർ കോക്കാത്ത് സ്വദേശിയായ മൈലപ്പൻ വീട്ടിൽ ശ്രീകാന്ത് എന്നയാൾ താമസിക്കുന്ന വീട് പരിശോധിച്ചതിലാണ് പ്രതിയായ ശ്രീകാന്തിനെയും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നിരോധിത ലഹരി വസ്തുക്കളായ കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA എന്നിവ പിടികൂടിയത്. ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ KV വിജിത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. അന്വേഷണത്തിൽ പ്രതി ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ 3ഓളം കേസുകളിലെ പ്രതിയാണെന്നും ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്നും കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊരട്ടിയിൽ ഇരുചക്ര വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരണപ്പെട്ട സംഭവത്തിൽ വാഹനം ഓടിച്ചയാൾ പിടിയിൽ. 2025 ഒക്ടോബർ 14 വൈകിട്ട് 6:45 കൊരട്ടി ജംഗ്ഷന് സമീപം വെച്ച് നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യുകയായിരുന്ന മുരിങ്ങൂർ ആറ്റപ്പാടം സ്വദേശി കൂട്ടാലപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള ഷാജു എന്നയാളെ ഇലക്ട്രിക് സ്കൂട്ടർ ഇടിച്ചതിൽ ഗുരുതര പരിക്കേൽക്കുകയും സംഭവശേഷം സ്കൂട്ടർ നിർത്താതെ പോവുകയും ചെയ്തു. ഷാജുവിന് ഗുരുതര പരിക്കേൽക്കാൻ ഇടയാവുകയും ചെയ്ത സംഭവത്തിൽ കൊരട്ടി പോലീസ് കേസെടുത്തിരുന്നു. അപകടത്തിൽ വലത് കാൽമുട്ടിന് താഴെയും നെഞ്ചിന് താഴെയും മുറിവും തലയിൽ ഗുരുതര പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു. ചികിത്സയിലായിരുന്ന ഷാജു ഒക്ടോബർ 18 മരണപ്പെടുകയും ചെയ്തിരുന്നു. ഒരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ
നവകേരള വികസന പതാകയുമായി മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് തൃശൂർ കോർപ്പറേഷൻ എത്തിയിരിക്കുകയാണ്. ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാത, സംസ്ഥാനത്തെ ആദ്യ അനിമൽ ക്രിമിറ്റോറിയം, ലേണിംഗ് സിറ്റി പ്രഖ്യാപനം, 1000 കോടിയുടെ ശക്തൻ നഗർ വികസനം, CNG പ്ലാന്റിന്റെ നിർമ്മാണം, എല്ലാ ഡിവിഷനിലും പൂന്തോട്ട നിർമ്മാണം, എല്ലാവർക്കും കുടിവെള്ളം, ആധുനിക രീതിയിലെ LED തെരുവിളക്കുകൾ, എല്ലാ ജംഗ്ഷനിലും ഹൈമാസ് ലൈറ്റുകൾ തുടങ്ങിയവ. ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ ഇതിൻ്റെ ഗുണഭോക്താക്കളാക്കേണ്ടത് ഈ കൗൺസിലിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇതിനായി തൃശൂർ കോർപ്പറേഷൻ 2015 മുതൽ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ കോർപ്പറേഷൻ നേർക്കാഴ്ച കൗൺസിൽ ഹാളിൽ വെച്ച് മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജൻ പ്രകാശനം ചെയ്തു. ഇതോടൊപ്പം 5 വർഷത്തെ വികസന നേട്ടങ്ങൾ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോയും അവതരിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം തൃശൂരിന്റെ വികസന ചരിത്രത്തിൽ കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്നും ഇത് തൃശൂരിന്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുമെന്നും മന്ത്രി പ്രകാശനം ചെയ്തുകൊണ്ട് അറിയിച്ചു. ശങ്കറിസം ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ. 1960-ൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചത് ശങ്കറിസമായിരുന്നുവെന്ന് R. ശങ്കർ ഫോറം സംസ്ഥാന കമ്മിറ്റി സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ സംഘടിപ്പിച്ച R. ശങ്കർ സ്മൃതി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. എല്ലാവരെയും ഒരുപോലെ കണ്ട പണ്ഡിതനും നിർഭയനുമായ മുഖ്യമന്ത്രിയായിരുന്നു R. ശങ്കർ എന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ. ജനാധിപത്യത്തിന്റെ മാധുര്യം ഉൾക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വാതിൽ സാധാരണ ജനതയ്ക്ക് മുന്നിൽ തുറന്നത് അദ്ദേഹമായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിമാരായ സോണിയ ഗിരി, KB ശശികുമാർ എന്നിവരെ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AV സജീവ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജിതേഷ് ബൽറാം നന്ദിയും അറിയിച്ചു. തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷനായി. നേതാക്കളായ KH ഉസ്മാൻ ഖാൻ, P. ശിവശങ്കരൻ, MS ശിവരാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമലയിൽ റേഡിയോളജി ദിനാചരണം. അമല മെഡിക്കൽ കോളേജ് റേഡിയോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റേഡിയോളജി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കേരളത്തിലെ മുതിർന്ന റേഡിയോഗ്രാഫറും ബ്രദർ സേവ്യർ അവാർഡ് ജേതാവുമായ സിസ്റ്റർ ലിസാൻഡോ FCC നിർവഹിച്ചു. ചടങ്ങിൽ ദീർഘകാലം റേഡിയോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ വത്സലൻ മാത്യുവിനെയും സിസ്റ്റർ ലിസാൻഡോയെയും ആദരിച്ചു. അമല ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ആന്റണി പെരിഞ്ചേരി CMI, ഫാദർ ജെയ്സൺ മുണ്ടൻമാടി CMI, റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ റോബർട്ട് അമ്പൂക്കൻ, ഇൻചാർജ് സിസ്റ്റർ ഹെന്ന എലിസബത്ത് FCC എന്നിവർ പ്രസംഗിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും ബോധവൽക്കരണ ക്ലാസും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് പൊന്നൂക്കര അഴീക്കോടൻ ഗ്രാമത്തിലെ 37 കുടുംബങ്ങൾക്ക് മന്ത്രി K. രാജൻ ആധാരം കൈമാറി. കുതിരാനിലെ കാട്ടാന ആക്രമണം ആശങ്ക വേണ്ടെന്നും പ്രദേശത്ത് സദാസമയം വനം വകുപ്പിന്റെ സേവനം ലഭ്യമായിരിക്കുമെന്നും മന്ത്രി K. രാജൻ. ഡോൺ ബോസ്കോ പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് ബാംഗ്ലൂരിൽ നടന്ന 41 സ്കൂളുകളും കോളേജുകളും പങ്കെടുത്ത മത്സരത്തിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കിരീടം നിലനിർത്തി. അനിവാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട ധീരനായ നേതാവായിരുന്നു MV രാഘവനെന്ന് PJ തോമസ്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.